ഹലോ, വെൽക്കം ടു ജെറാസ് വേൾഡ്. സോ ഇന്ന് നിങ്ങൾക്ക് ഒരു മിനി ടാങ്ക്, വലിയ ടാങ്കൊന്നുമല്ല, മിനി ടാങ്കാണ്. അതിനകത്തൊരു ആളുണ്ട്. സോ അതിനെ ക്ലീൻ ചെയ്യുന്നത്, പിന്നെ ഡർട്ടി വാട്ടറൊക്കെ റിമൂവ് ചെയ്ത് പുതിയ വെള്ളം നിറയ്ക്കണതൊക്കെ നമുക്ക് കാണാം. സോ ഇതാണ് ആൾ. ഞാൻ പറഞ്ഞത് റെഡ് ജയൻ്റ് അരോണയാണ്. ഇത് നമ്മുടെ കടയിലുണ്ടായിരുന്ന അരോണയാണ്. അതിന് സ്പേസ് ഇല്ലാണ്ടായപ്പോൾ ഇത് ടെറസിൽ ഒരു ടാങ്ക് പോലെ സെറ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് മാറ്റിയതാണ്. സോ അതിൻ്റെ ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് ഒത്തിരി ദിവസമായി, ഒരു 4-5 months ആയി തോന്നുന്നു എക്സാക്ട്ലി. അതുകൊണ്ട് നമുക്ക് വെള്ളമൊക്കെ മാറ്റി പുതിയ വെള്ളമൊക്കെ നിറയ്ക്കാനായിട്ടുള്ള സെറ്റപ്പുകളാണ് കാണുന്നത്. ഒരു പൈപ്പൊക്കെ കണക്ട് ചെയ്തിട്ടാണ് വെള്ളം കളഞ്ഞത്. വേറൊരു പൈപ്പ് കണക്ട് ചെയ്ത്, ടാപ്പ് വാട്ടർ പാടില്ലല്ലോ. സോ അതിന് നമ്മൾ ഈ കിണർ വെള്ളം തന്നെ പാടുള്ളൂ. കിണർ വെള്ളത്തിൻ്റെ പൈപ്പിൽ കണക്ട് ചെയ്ത് ഫ്രഷ് ആയിട്ട് വേറെ വാട്ടർ വന്ന് ഇതിനകത്തേക്ക് നിറയ്ക്കണതാണ് കാണുന്നത്. ടാങ്ക് അത്യാവശ്യം ചെറുതാണെങ്കിലും പക്ഷേ അതിനകത്ത് വെള്ളം കുറേ ക്വാണ്ടിറ്റി കൊള്ളും. അപ്പോൾ കുറേ ടൈം എടുക്കും അതൊന്ന് ക്ലീനായി വാഷ് ചെയ്തിട്ടൊക്കെ വരാനായിട്ട്. സോ അരവണയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കടയിൽ ഒത്തിരി നാൾ മുന്നേ കിടന്ന അരവണയാണ്. അതിന് ഒരു 1 feet ഒന്നും ഉണ്ടായില്ല. ചെറുതായിരുന്നപ്പോൾ തന്നെ ടാങ്കിൽ അത്രയും സ്പേസ് അതിനിങ്ങനെ നീന്താനും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ ഒരു കവറിലാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ ആ കവറിൽ നിന്ന് എടുത്ത് വെള്ളത്തിൽ നിന്ന് മാറ്റി ടാങ്കിലേക്ക് സെറ്റ് ചെയ്തതാണ്. സോ അരോണ അപ്പോൾ ആ ടൈം ഇതിന് വളരാനുള്ള സ്പേസ് കുറഞ്ഞതുകൊണ്ട് ചെറുതായിട്ട് അൺഹെൽത്തി ആയിരുന്നു. ഇപ്പോൾ വലിയ ടാങ്കിലേക്കായപ്പോൾ ആൾ ഹെൽത്തി ആയി. പിന്നെ ഓരോ വീക്കിലും 2 ദിവസം വെച്ചിട്ട് അതിന് ഫുഡ് ഇട്ട് കൊടുക്കണം. ഫുഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ ഈ ഗോൾഡ് ഫിഷാണ് ഫുഡായിട്ട് കൊടുക്കുന്നത്. സോ ഗോൾഡ് ഫിഷൊക്കെ ഇട്ട് കൊടുത്ത് ആൾ അത് ഒരു വീക്കിൽ 2 ടൈം ഇട്ട് കൊടുത്താൽ മതി, കൂടുതലൊന്നും കൊടുക്കണ്ട. അപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുള്ളാണ്. പിന്നെ അപ്പം തന്നെ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അരവണയുടെ പ്രത്യേകത പറയുന്നുണ്ടെങ്കിൽ, ഇത് എന്തെങ്കിലുമൊക്കെ ആപത്തുകളിൽ നിന്ന് സ്വയം രക്ഷപ്പെട്ടത് അത് ചത്തുപോകുന്നുള്ളത് പറയുന്നുണ്ട്. ശരിയോ തെറ്റോ അറിയില്ല. പക്ഷെ അരവണ അറിയാവുന്നവർക്ക് അറിയാം. അത് വളർത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നാച്ചുറൽ കലാമിറ്റിയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും ആക്സിഡൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണെങ്കിൽ ഈ ഫിഷസ് അത് സ്വയം ഏറ്റെടുത്ത് അത് തന്നെ ചത്തുപോകും. അങ്ങനത്തെ ഒരു പ്രത്യേകത അതിനുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ വെള്ളം നിറയ്ക്കുന്നതാണ്. പുതിയ വെള്ളം നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, അത് ടാപ്പ് വാട്ടർ ആവാൻ പാടില്ല. അതിൽ ക്ലോറിനൊക്കെ അടങ്ങിയിട്ടുണ്ടാകും. സോ ക്ലോറിനൊക്കെ ഉണ്ടെങ്കിൽ മീൻ പെട്ടെന്ന് ചത്തുപോകും. നമ്മൾ കിണർ വെള്ളം തന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കിണർ വെള്ളത്തിൽ തന്നെയാണ് അതിനെ പരിചരിക്കേണ്ടത്. പിന്നെ ഫീഡിങ് ആണെങ്കിലും ഫുഡൊക്കെ ഓവറായിട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചത്തുപോകും. അതിൻ്റെ ഹെൽത്തൊക്കെ അൺഹെൽത്തി ആയി പോകും. ഇപ്പോൾ ഒരുവിധം വെള്ളമൊക്കെ നിറച്ചതാണ് ഈ കാണുന്നത്. ഒത്തിരി ടൈം എടുത്ത് വെള്ളമൊക്കെ ഫില്ല് ചെയ്ത്, മീനിനെ മാറ്റാണ്ട് തന്നെയാണ് വെള്ളം ഫില്ല് ചെയ്തത്. കാരണം അതിനെടുത്ത് മാറ്റി ക്ലീൻ ചെയ്യുക ഇത്തിരി വലിയ പണിയാണ്. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അവനിങ്ങനെ പിടിച്ചാൽ കിട്ടാത്ത ടൈപ്പാണ്. അപ്പോൾ ടാങ്കിലിട്ട് തന്നെ വെള്ളം മാറ്റി ഫ്രഷ് വാട്ടറൊക്കെ നിറച്ച് ആളെ ഉഷാറാക്കി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഫൈനലാണ് ഈ കാണുന്നത്. Do subscribe my channel. Thank you.